Welcome to my YouTube channel, Doc and Mom. Stay tuned. ഹായ്. കുറേ കാലമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ഇന്ന് ദുബായിലേക്ക് പോവുകയാണ്. ഇനിയുണ്ട് രണ്ട് പെട്ടിയോളം. അവിടെ നിന്ന് വന്ന് ചുപ്പിച്ചാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. പോലെ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലെ തേപ്പും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാധനങ്ങളെല്ലാം താഴത്തേക്ക് ഇറക്കി. ദിസ് ഈസ് കൈൻഡ് ഓഫ് ഗോ ഡൗൺ നൗ. വീട് പണി നടക്കുന്നതിൻ്റെ എല്ലാതും ഇവിടെ കാണാം. എക്സൈറ്റ്മെന്റിലാണോ? ആണോ? പിന്നെ വേറൊരു കാര്യം, വെരി 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 സീക്രട്ട് തിങ്, എനിക്കും വേറൊരാൾക്കും മാത്രമേ അറിയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉമ്മച്ചിയും ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ മക്കൾക്കറിയില്ല, അവിടെ ലുമാക്ക് അറിയില്ല, ആർക്കും അറിയില്ല. എയർപോർട്ടിലെത്തിയിട്ട് അത് റിവീൽ ചെയ്യും. കുറേ പ്രാവശ്യം പൊട്ടാനൊക്കെ പോയിട്ടാണ് എന്തൊക്കെ പാക്ക് ചെയ്യുന്ന കാര്യം പറയുമ്പോഴോ പാസ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ. പക്ഷേ വി വർ വെരി കെയർഫുൾ. അത്രക്കും സീക്രട്ടാക്കി വെച്ചിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നേ പൊട്ടിക്കുള്ളൂ. ലുമും ലുക്കൊക്കെ അവിടുത്തെ എയർപോർട്ടിൽ നിന്നേ അറിയുള്ളൂ. അതുവരെ പൊട്ടാതിരുന്നാൽ മതി. സോ ലെറ്റ്സ് സീ. ആക്കിബ് ഉപ്പച്ചി വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാൻ. എനിക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി എൻ്റെ ക്ലിനിക്കിൽ കയറി കുറച്ച് മെഡിസിൻസ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം കയ്യിൽ, മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നതല്ലേ, കയ്യിൽ വെക്കേണ്ട കുറച്ച് മെഡിസിൻസും പാക്ക് ചെയ്ത് അതിൻ്റെ ലെറ്ററൊക്കെ കയ്യിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പെരിന്തൽമണ്ണ പോയി ക്ലിനിക്കിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. രാത്രി 8:40 ഫ്ലൈറ്റ്. നമ്മുടേത് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഒമാനിൽ നമുക്കൊരു 10 hours ലേ ഓവർ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഉമ്മച്ചിനെ കൂടെ പാക്ക് ചെയ്യാനുള്ളൊരു കാരണം ഇതായിരുന്നു കേട്ടോ. ഈ 10 hour ലേ ഓവർ ഞാൻ മക്കളെയും കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യും എന്ന് ഓർത്തിട്ട് പോകുന്ന വഴി ഒന്ന് ചായ കുടിച്ച് ഒരു സ്നാക്സൊക്കെ കഴിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ എയർപോർട്ടിലെത്തി. ഞങ്ങൾക്ക് ഉപ്പച്ചിനെയും കൂടെ കൊണ്ടുപോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉപ്പച്ചി ഷോപ്പൊന്നും അടച്ചിട്ടിട്ട് വരില്ല എന്ന് പറഞ്ഞു. ഉപ്പച്ചി, അപ്പം ഇൻഷാല്ലാ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മുടെ കൂടെ വെല്ലുമിച്ച് വരുന്നുണ്ട്. ഞങ്ങളിത് ഇപ്പോഴേ സർപ്രൈസ് പൊട്ടിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ലുക്കുവിനോടും ലുമാനോടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെ എത്തിയിട്ട് അവരറിയുള്ളൂ. അപ്പോൾ സീ യു, ബൈ. ഐബക്ക് പറയണത് ഐബക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വെല്ലുമിച്ച് വരും എന്നുള്ളത്. അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും ഞാൻ വിചാരിച്ചത്ര എക്സ്പ്രഷൻ എൻ്റെ മക്കളിൽ നിന്ന് കിട്ടിയില്ല. പക്ഷെ സാരമില്ല, എൻ്റെ ലുക്കും ലുമയും അവിടെ എക്സ്പ്രഷൻസ് വാരി വിതറാൻ കാത്തിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം അവരും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഉമ്മച്ചിക്കും വരണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഉമ്മച്ചി ഉപ്പച്ചിനെയും പിന്നെ കൊണ്ടുവരാം, നമുക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ലെറ്റ്സ് സീ. അങ്ങനെ എയർപോർട്ടിലെത്തി, ഒന്ന് ഫ്രഷായി, ആക്കിബിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു, ഫുഡ് കൊടുത്തു, നിസ്കരിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മക്കൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ദിസ് ഈസ് ദെയർ ഫസ്റ്റ് എവർ ഫ്ലൈറ്റ് ട്രിപ്പ്. ഫ്ലൈറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാലും പോരാ, ഈ 10 hour ലേ ഓവറൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക്. കാരണം രാത്രിയാണ്. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം വരും. അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ കുറേയൊക്കെ ChatGPT ചേട്ടനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും വി ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അബൌട്ട് അവിടെ ചെന്നാൽ എന്താക്കും എന്നുള്ളത്. ഗേറ്റിൻ്റെ അവിടെ എത്തി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആക്കിയവന് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. നടക്കുക മടിയിലിരിക്കണമെന്നില്ല. അങ്ങനെ നടന്ന് കാണുന്നവരോട് ചിരിക്കുന്നുണ്ട്, ചിലരുടെ അടുത്ത് പോകുന്നുണ്ട്. സോ കം ഓൺ, ലെറ്റ്സ് സീ അവർ ജേർണി. ഒന്ന് ഫ്ലൈറ്റിൽ കയറി സെറ്റായപ്പോഴേക്കിനും അവർ ഫുഡ് കൊടുന്നു കേട്ടോ. ഒരു ഒമാൻ ചിപ്സ്, പിന്നെ ഒരു മഫിൻ, പിന്നെ ഒരു നല്ല ചിക്കൻ സാൻഡ്വിച്ച്, 1 bottle of വാട്ടർ, ഒപ്പം ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. ഐ ഓപ്റ്റഡ് ഫോർ ഓറഞ്ച് ജ്യൂസ്. ഞാനതേപോലെ മോൻക്ക് ബേബി ഫുഡും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അവൻ ഞങ്ങളുടെ കൂടെ ഈ സാൻഡ്വിച്ചും കഴിച്ചു കേട്ടോ. അവനിപ്പോൾ എന്തും കഴിക്കുമെന്നുള്ളൊരു ലെവലിലാണ്. സാൻഡ്വിച്ച് വാസ് വെരി ഗുഡ്.
ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഫില്ലിംഗ് ആയിരുന്നു. പക്ഷെ ഇതിനേക്കാളും ഫുഡ് ഉണ്ടായിരുന്നു തൊട്ട് മുൻപ് എൻ്റെ സിസ്റ്ററിലോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൾ പറഞ്ഞിരുന്നു. ബട്ട് വി ആർ ഓക്കെ വിത്ത് ദിസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മക്കളൊക്കെ ഓൾമോസ്റ്റ് ഉറങ്ങി കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ മസ്കറ്റ് ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാനായി. ഇതേ ആക്കിബു ഉറങ്ങണു, ഐബക്ക് ഉറങ്ങണു, മെക്കി ഉറങ്ങണു. ഇവരെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ കുറച്ചധികം പാടുപെടുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മസ്കറ്റിൽ ലാൻഡ് ചെയ്തു, നടക്കുകയാണ്. മക്കൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ദുബായ് എത്തിയിട്ടില്ലെങ്കിലും അവർ വേറൊരു രാജ്യത്ത് എത്തിയിട്ടുണ്ടല്ലോ, സോ ദേ ആർ ഹാപ്പി ഫോർ ഇറ്റ്. ഉറക്കത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ കാരണം ഒരു ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. തലേദിവസം രാത്രി എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ദേ വിൽ സീ സം ഗ്ലിംസസ് ഓഫ് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അടിപൊളി എയർപോർട്ടാണെന്ന് കേട്ടിട്ടുള്ളത്. ഭയങ്കര വലിയ എയർപോർട്ടാണ്, കുറേ നടക്കാനുണ്ട്, നടന്ന് ക്ഷീണിക്കും, കണ്ടാലും മതിയാവില്ല എന്നൊക്കെ കുറേ റിവ്യൂസ് കേട്ടിട്ടുണ്ട്. ലെറ്റ്സ് സീ. ബേബി സ്ട്രോളർ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടും എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു കേട്ടോ. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമുക്കൊരു സ്ട്രോളർ കിട്ടി. ആക്കിബിനെ അതിലിരുത്തി സേഫാക്കി. കാരണം അവനെടുത്തുകൊണ്ട് നടന്ന് കാഴ്ചകൾ കാണാൻ അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. സ്ട്രോളർ കിട്ടിയപ്പോൾ സംഭവങ്ങളെല്ലാം എളുപ്പമായി, അവനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ നടന്ന് കണ്ടു. ഇരിക്കാൻ സ്ഥലമുണ്ടാവും, കുറേ സ്ഥലങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഫുൾ ഫില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന സ്ഥലങ്ങൾ ടയർഡാകുമ്പോൾ നമ്മൾ പോയിരിക്കും, ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സ്നാക്സ് കഴിക്കും. അങ്ങനെ കുറേ നടന്ന് കാണാനുണ്ട്. രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ സ്ഥലം എവിടെ ഒന്ന് സെറ്റിലാവും, എവിടെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങും എന്ന് തപ്പാനൊക്കെ ഇറങ്ങി. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും പുതിയൊരു സ്ഥലമായതുകൊണ്ട് ആർക്കും അങ്ങനെ ഉറക്കം കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനും ഐബക്കും എന്ത് ചെയ്തു, ചുമ്മാ ഇവരെ മക്കളെ ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ രണ്ടുപേരും മാത്രം കുറേ ദൂരം ഇങ്ങനെ നടന്ന് കണ്ടു. പിന്നെ ഇവരും കൂട്ടി നടന്നു. ഇനിയുള്ള നടത്തം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഉറങ്ങാനുള്ള സ്പേസ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കാരണം ഇരിക്കാനും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഒന്ന് നടു നിവർത്തണമല്ലോ. രാവിലെ 8:30 8:45 ഫ്ലൈറ്റ്. അതുവരെ നടന്ന് കാണാനുള്ള എനർജി ഒന്നും നമുക്കില്ല. എന്തായാലും മക്കളും കുറച്ച് കഴിയുമ്പോഴേക്കും ടയേർഡാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ, അതായത് കിടന്നുറങ്ങാനുള്ള സ്ഥലങ്ങൾ തപ്പലായിരുന്നു പിന്നത്തെ ലക്ഷ്യം കേട്ടോ. എലിവേറ്റർ കയറിപ്പോയി ഫസ്റ്റ് ഫ്ലോറിൽ ഇവരെ ലോഞ്ചസ് ആണുള്ളത്. എയർ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഓരോ ലോഞ്ചസും ഹോട്ടൽസും ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി ചുമ്മാ ജസ്റ്റ് കണ്ടു. അടിപൊളിയാണ് കേട്ടോ, നല്ല ലക്ഷറി ഫീലിംഗ് കിട്ടുന്നൊരു സംഭവമാണ്. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. അവിടെ ഉള്ളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മൾ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കയറി വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇത് അവരെ ടോയ്ലറ്റ്സിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കുറച്ച് ആർട്സും ഓർണമെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒമാനി വുമൻ യൂസ് ചെയ്തിരുന്ന പണ്ടത്തെ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ആണെന്നൊക്കെ അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റിൽ യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഇത്ര. അങ്ങനെ കുറേ നടന്ന് ഗേറ്റ് എ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കുറേ നടന്നപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു ചെറിയ റൂം പോലെ ഒരു സംഭവം കിട്ടിയിട്ടോ. അത് അവിടുത്തെ ഒരു ഹെൽപ്പറാണോ വർക്കറാണോ എന്നറിയില്ല. നമ്മളങ്ങനെ നടന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ ഞങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തതാണ്. ചെറിയൊരു കൈമടക്കും കൊടുക്കേണ്ടി വന്നു. കൊടുത്താലും വേണ്ടില്ല, ഞങ്ങൾക്കൊന്ന് ഉറങ്ങലായിരുന്നു ഏറ്റവും മസ്റ്റ്. കാരണം മക്കളൊക്കെ അത്രക്കും ടയേർഡായിരുന്നു. അങ്ങനെ രാവിലെ ആയി, ഞങ്ങൾ പോവാനുള്ള ഒരുക്കങ്ങളിലായിട്ടോ. മക്കൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ഫ്രഷായി, നിസ്കാരമൊക്കെ കഴിഞ്ഞു. വി ആർ വെയിറ്റിംഗ് ഫോർ എ ദുബായ് ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
മസ്കറ്റ് ടു ദുബായ് ജസ്റ്റ് 1.5 hour ഫ്ലൈറ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. സോ ഫ്രഷ് അപ്പ് ചെയ്തു, എല്ലാവരും ഫുൾ ഓൺ മൂഡിലാണ്. കാരണം ഇപ്പം എത്തും ദുബായ് ഇപ്പം എത്തും എന്ന് പറഞ്ഞ പോലെയാണ്. 1.5 hours ഒന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല. കാരണം 10 hour ലെയറും കഴിഞ്ഞിട്ട് വരുന്ന ഞങ്ങൾക്ക് 1.5 layers ഒക്കെ സിമ്പിളായിട്ട് പോകുന്നത് ഞങ്ങൾക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. കാരണം 2 ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. എന്തായാലും ഫ്ലൈറ്റിൽ കയറി നോക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഈ 10 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെല്ലാം കാലിയാക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡിൻ്റെ ഏരിയയിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ കൊണ്ടുവന്നത് തന്നെ പെറുക്കി തിന്നിട്ടൊക്കെയായിരുന്നു നമ്മൾ നടന്നിരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴേക്കിനും ഞങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുമെന്നറിയാം, പക്ഷേ എന്തായിരിക്കും, കാരണം ജസ്റ്റ് 1.5 hours ഉള്ളൊരു ജേർണിയാണ് മസ്കറ്റ് ടു ദുബായ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കിട്ടുമോ, എങ്ങനെയാണ് കിട്ടുക ഒന്നും നമുക്കറിയില്ലായിരുന്നു. ഈ ഫ്ലൈറ്റ് മറ്റേ ഫ്ലൈറ്റിനേക്കാളും കുറച്ചും കൂടിയും നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. കാരണം മറ്റേതിൽ സ്ക്രീനൊന്നും ഇല്ലായിരുന്നു. ഇതിൽ സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ മക്കൾ ഹാപ്പിയാണ്. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാൻ അധികം ടൈം കിട്ടില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അവർക്ക്. കാരണം കുറച്ച് നേരത്തെ ജേർണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇനി ഹെഡ്സെറ്റ് വേണം, അല്ലെങ്കിൽ കേൾക്കില്ല. അപ്പോൾ അത് നമ്മൾ എയർ ഹോസ്റ്റസിനോട് ചോദിച്ച് മക്കൾക്ക് 2 പേർക്കും ഓരോ ഹെഡ്സെറ്റൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ആക്കിബ് ഉറങ്ങില്ല എന്നുള്ളത് എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ. കാരണം രാത്രി അത്യാവശ്യം അവൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അവനും വിൻഡോയിലൂടെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. വിൻഡോ സീറ്റ് ആർക്ക് വേണം എന്നുള്ളതിനൊക്കെ ആദ്യം തന്നെ തർക്കമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ടു മസ്കറ്റ് ഒരാൾ, മസ്കറ്റ് ടു ദുബായ് ഒരാൾ, തിരിച്ചു വരുമ്പോൾ ഒരാൾ. ആ ഒരാൾ ഞാനാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനാണ് വിൻഡോ സീറ്റിന് ഞാൻ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും വിൻഡോ സീറ്റ് കിട്ടാൻ മാത്രമുള്ള ഫ്ലൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ വിൻഡോ സീറ്റ് മെക്കിക്കാണ് കിട്ടിയിട്ടുള്ളത്. പാട്ടും വീഡിയോസൊക്കെ കണ്ട് ഫുൾ ചില്ലായിട്ടിരിക്കുകയാണ് ഐബക്, ഓൾസോ മെഹക്. ആക്കിബ് അവരെ കയ്യിൽ നിന്ന് ഹെഡ്സെറ്റ് വലിച്ചൂരുന്നു. അവരെ വീഡിയോസ് കാണാൻ സമ്മതിക്കുന്നില്ല. കുറച്ച് നേരമുള്ള ഉമ്മച്ചി ഒന്ന് ഒതുക്കി പിടിക്കുക ഇവനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതേ ഫുഡ് എത്തിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല ഗൈസ്. ഒരു ചെറിയ ബോട്ടിൽ വെള്ളം, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മഫിൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വയറ് നിറയ്ക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ലാൻഡ് ചെയ്തിട്ട് പോയി ഫുഡ് കഴിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾക്കതൊന്നുമായില്ല. കാരണം നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്യുകയാണ് ദുബായിലോട്ട്. നമ്മൾ ദുബായിലെത്തി, ലാൻഡായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അത്രയൊന്നും കണക്കില്ലല്ലോ പേരിലും. അങ്ങനെ കുറച്ച് നടന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മെട്രോ കയറിയിട്ട് വേണം ഇനി അപ്പുറത്തെ സൈഡിലേക്ക് എത്തി നമ്മുടെ ബാഗേജസൊക്കെ കിട്ടാൻ, ലഗേജസും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ മെട്രോയിലും കയറി. കുട്ടികൾ ഫുൾ ത്രില്ലിലാണ് കേട്ടോ. ഞങ്ങൾ ബാഗ്സ് വെയിറ്റ് ചെയ്യാണ്. അതെല്ലാതും അവർ തന്നെയാണ്, ബാഗൊക്കെ അവർ തന്നെ എടുക്കുന്നത്. ഇവിടെ ഒരാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ മുട്ടിയിട്ട് നടക്കുകയാണ്. സോ ആക്കിബിനെ ഞങ്ങളങ്ങ് ഇറക്കി വിട്ടു. ഉമ്മച്ചി സർപ്രൈസ് കൊടുക്കാനുള്ളൊരിതിൽ നോക്കി ഷോളൊക്കെ മുഖത്ത് കെട്ടി ആളെ പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ 2 ട്രോളി എടുത്തു. അപ്പോൾ ഉമ്മച്ചി പിന്നിൽ ഉന്തി വന്നോളാം എന്ന് പറഞ്ഞു. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കൊട്ടും പാട്ടും ഒക്കെ ആയിരുന്നു. ലുക്കും മാലിക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മെക്കിത് ഓടിപ്പോയി അവരെ എടുത്തിട്ടുണ്ട്. മോനും ഉമ്മച്ചിയും കണ്ട വികാര നിർഭരമായ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ലുക്ക് ചിരിക്കുകയാണോ, എന്തപ്പോൾ ഇത് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഉമ്മച്ചിനെ.
അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. എയർപോർട്ടിൽ 15 മിനിറ്റിൻ്റെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ 30 ദിർഹംസാണ് അത്ര എയർപോർട്ടിലത്തെ ഫീ. അത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റാനും പിടിക്കാനൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുത്തു. എന്തായാലും 15 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മളിതേ ഫ്ലാറ്റിലെത്തി. ഞങ്ങൾ വന്ന ഐശ്വര്യം എന്ന് പറയട്ടെ, ഞങ്ങൾ ഫ്ലാറ്റിൽ വന്ന് കയറിയത് മഴയോ മഴ. അങ്ങനെ ഫ്ലാറ്റിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ മക്കൾ വണ്ടിയിൽ കയറിയത് മുറക്കം തുടങ്ങി കേട്ടോ. മെക്കിയും മാലിക്കും ഒക്കെ നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ലുമാനെ ഞെട്ടിക്കലാണ് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ. ലുമ ഒട്ടും പ്രതീക്ഷിക്കില്ല. ലുമ കുറേ നേരമായി വിളിച്ച് ചോദിക്കണം എന്താ വരാത്തതെന്ന്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാറ് ലുക്കും ഞങ്ങൾ വരുന്നതിനനുബന്ധിച്ച് റെൻ്റ് എടുത്തതാണ് ഒരു 1 വീക്കിന്. അങ്ങനെ ലുമാൻ്റെ ഓഫീസ് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിലാണ്. ലുമയും ലുക്കും ഒരു ഓഫീസിലാണ്. ലുക്കും ഞങ്ങൾ വരുന്നതിനോടനുബന്ധിച്ച് ലീവ് എടുത്തതാണ്. ലുമാൻ്റെ ലീവൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ ലുമാനെ ഞെട്ടിക്കാൻ പോവാണ്. ഉമ്മച്ചിയാണ് കേട്ടോ ഈ നടക്കണത്. ഉമ്മച്ചി മുന്നിൽ പോയി അവിടുത്തെ സ്റ്റാഫിനോട് ലുമിൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ മദറാണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പയ്യെ നടന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം സർപ്രൈസാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എന്തോ ഓഫറൊക്കെ നടക്കട്ടോ. ലുമ ഒരു പർദ്ദ ക്ലാസി വയം തന്നെ പർദ്ദ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് അവിടെ. ഇനി ഇതേ അടുത്ത വികാര നിർഭരമായ നിമിഷങ്ങൾ നിങ്ങൾ കണ്ടോളൂ. എൻ്റെ ജീവിതം ധന്യമായി. എനിക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി നോക്കി. അങ്ങനെ ലുമാനും പാക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് നേരെ പിന്നെ പോയത് മൂത്തുമാനെ കാണാനാണ് കേട്ടോ. ബാക്കി ദുബായ് വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. സോ ദിസ് ഈസ് അവർ ദുബായ് വ്ളോഗ് ഫസ്റ്റ് പാർട്ട്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. സീ യു. ബൈ.